ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. അങ്ങനെ ജിന്നിൻ്റെ മാലാഖ പെണ്ണിൻ്റെ കഥ തുടരുന്നു. അങ്ങനെ അവൾ ചെയർ ഇട്ടിട്ട് കയറി എത്തി വലിഞ്ഞ് ഇട്ടിട്ട് കയറിയല്ലോ. അപ്പോൾ ഇവൻ പൊക്കിയിട്ട് ഇവളെ എടുത്തു അങ്ങോട്ട് ഇതാക്കി. എന്നിട്ട് ഫയൽ എടുക്കാൻ വേണ്ടി, എന്താ ചെയ്യുന്നത് സാർ, ഇറക്കി എന്നെ ഇറക്കി, എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഇവൾ ചോദിക്കാൻ തുടങ്ങി. ഇവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവൻ്റെ ഈ പ്രവൃത്തി അവൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. പക്ഷേ ഇതൊന്നും അവൻ കാര്യമാക്കില്ല. പക്ഷേ അവൻ്റെ പ്രണയം തുള്ളിത്തുളുമ്പുകയായിരുന്നു. എന്തിനു പറയണം, മറ്റൊന്നും പറയാനില്ല. ദേഷ്യം വന്നിട്ട് അവനെ 4-5 അടിയൊക്കെ അടിച്ചു. അവൻ അതും എടുത്ത് ഒറ്റയിടൽ ബെഡിലേക്ക് താഴ്ത്തിടാനാണ് അവൻ ആദ്യം നോക്കിയത്. പക്ഷേ താഴ്ത്തിട്ടാൽ അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൻ തന്നെ നോക്കണ്ടേ. അനിയത്തിയും ഇങ്ങനെ പറ്റിക്കിടക്കല്ലേ. അത് കാരണം പാവം തോന്നിയിട്ട് ബെഡിലേക്ക് ഒറ്റയിടൽ. ദേഷ്യം വന്നു അവളെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട്. അങ്ങോട്ട് ചാടി നീട്ടിട്ട് ചോദിച്ചു, എന്താണ് സാർ ചെയ്തത്? വല്ല ബോധമുണ്ടോ? നിങ്ങളുടെ ആരാണ് ഞാൻ? അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ആരുമല്ലാത്ത ഒരു സ്ത്രീയുടെ ഈ ജോലിയിൽ എഗ്രിമെൻറ്റിൽ ഇങ്ങനെ ഒരു നിയമങ്ങൾ എഴുതി ചേർത്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആരുമില്ല എന്ന് കരുതി ചോദിക്കാനും പറയാനും അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? അവൻക്ക് അവളെ ദേഷ്യം, അവളുടെ ഓരോ വാക്കുകളും കേട്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ചോര പൊടിയുന്ന പോലെ തോന്നിയിട്ടോ. അവൾ ചോദിച്ചല്ലോ, അവളുടെ ആരാണ് നീ? എൻ്റെ ആരുമല്ലല്ലോ, പിന്നെ ഒരു ബോസും ഞാനൊരു സ്റ്റാഫും അല്ലേ എന്നൊക്കെ അവൾ ചോദിക്കാൻ തുടങ്ങിയിട്ടോ. അവനക്ക് ഭയങ്കര വിഷമമായി. എന്നിട്ട് ആ ഫയൽ എടുത്ത്, എന്നാലും കലിപ്പിൽ തന്നെ അവൻ പറഞ്ഞു, ആ ഫയൽ എടുത്തിട്ട് വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞു. എടി പോടി എന്ന് വിളി. ബോസിൻ്റെ സാറിൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ വിളിച്ചാൽ മതി, എന്നെ വിളിക്കാൻ നിൽക്കണ്ട. എന്നെ വിളിച്ചാൽ എനിക്ക് സാറിൻ്റെ ഇവിടുത്തെ ജോലി മതിയാക്കി ഞാൻ പോവും, കേട്ടല്ലോ. ഇനി മേലാൽ ഇത്ര പ്രവർത്തികൾ സാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ ആ റൂം വിട്ട് ഇറങ്ങിപ്പോയിട്ടോ. താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഇവൾ പേടിയും സങ്കടം കൊണ്ട് ഇവൾ ആകെ കരഞ്ഞിട്ടോ. കരയുന്നത് റസിയ കണ്ടു. കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നപ്പോൾ റസിയ കണ്ടുട്ടോ. റസിയ, ഇത്ത എന്താ കരയുന്നത്? എന്തു പറ്റി ഇത്ത? എന്തിന് ഇങ്ങനെ കരയുന്നത്? ഒന്നുമില്ല മോളെ, ജസ്റ്റ് ഒന്ന് ഞാൻ വീണു, അതുകൊണ്ടാണ്. എന്താ ഇത്താൻ്റെ കവിളിൽ എന്തു പറ്റി? അവിടെ നന്നായിട്ട് ചുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ജസ്റ്റ് ഒന്ന് കൈ വീശിയതാണ്, ജസ്റ്റ് മുഖത്തേക്ക് തട്ടി എന്നൊക്കെ പറയാലോ. മുഖത്ത് ചെറുതായിട്ടൊന്ന് ചെക്കൻ ഒന്ന് അടിച്ചിട്ടോ. സ്നേഹം കൂടുതലുള്ളത് കൊണ്ട് അവൻ ആരാന്നൊക്കെ ചോദിച്ചപ്പോൾ അവനക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ദേഷ്യം. അങ്ങനെ പൊട്ടിച്ചതാ. നല്ല കളറുണ്ട്, എന്തിനു പറയണം. അങ്ങനെ അവൾ താഴത്തേക്ക് റൂമിൽ ഇറങ്ങിപ്പോയി അവിടെ ഇരുന്നു ഡോർ പൂട്ടിയിട്ടിട്ട് കരയാൻ തുടങ്ങി. അനിയത്തി ചോദിച്ചു, എന്തു പറ്റി, എന്തിനാ കരയുന്നത്? അപ്പം ഞാനൊന്ന് വീണു, അതാ. ഉണ്ണിമോളെ, എന്താ ഉമ്മച്ചി, എന്താ ഇത്ത? അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. അവളുടെ ഓരോ കിണിയും ചോദിക്കലും അവൾക്ക് വല്ലാതെ സങ്കടം വന്ന് കെട്ടിപ്പിടിച്ചു കരയാൻ